ഫിസിക്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫിസിക്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടെല്ലാം നാം എന്ത് ചെയ്തു പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഈ ചാപ്റ്ററിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ഭാഗത്തിലേക്കാണ് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ. അപ്പോൾ ആ ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ പ്രധാനമായും 4 ഫണ്ടമെൻ്റൽ ഫോഴ്സുകളാണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. 1 ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, 2 വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, 3 ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, 4 സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ ഫണ്ടമെൻ്റൽ ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പ്രധാനമായും എത്രണ്ണമുണ്ട്? 4 ഫണ്ടമെൻ്റൽ ഫോഴ്സുകളാണുള്ളത്. അതിലൊന്നാമത്തതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, 2 വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, 3 ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, 4 സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഓർഡറിൽ തന്നെ പഠിക്കുക. കാര്യം ഈ ഓർഡറിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഓർഡറിൽ തന്നെ നിങ്ങൾ പഠിക്കുക. 1 ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്, അത് കഴിഞ്ഞിട്ടാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് വരുന്നത്, 3 ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, 4 സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. കാര്യം ഇതിൻ്റെ സ്ട്രെങ്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഓർഡർ ഇവിടെ നൽകിയിരിക്കുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യും? അതിനെപ്പറ്റി ഓരോന്നിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അതിനെപ്പറ്റി എന്ത് ചെയ്യുന്നതാണ് പറയുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഓരോ ഫോഴ്സുകളെയും പറ്റിയും ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നു പഠിക്കാൻ പോവുകയാണ്. അതിൽ ആദ്യത്തെ ഫോഴ്സാണ് ഏത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സിസ്റ്റ് ബിറ്റ്വീൻ എനി 2 ബോഡീസ് ഹാവിങ് മാസ് ഉള്ള ഒബ്ജക്റ്റുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. നമ്മൾ 9ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ പഠിച്ചതാണ്. ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. അവിടെ പഠിച്ച ഒരു ലോയാണ് ന്യൂട്ടൺസ് ലോ ഓഫ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ. ന്യൂട്ടൻ്റെ സാർവിക ഗുരുത്വാകർഷണ നിയമം എന്ന് പറയുന്ന ഒരു നിയമം നമ്മൾ 9ാം ക്ലാസ്സിൽ എന്ത് ചെയ്തതാണ്? പഠിച്ചതാണ്. എന്തായിരുന്നു അവിടെ പഠിച്ചത്? അവിടെയും നാം പറഞ്ഞതാണ് മാസുള്ള എല്ലാ വസ്തുക്കളും അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം എന്ത് ചെയ്യുന്നു? ആകർഷിക്കുന്നു. അതുപോലെ മാസുള്ള എല്ലാ ഒബ്ജക്റ്റുകളും പരസ്പരം എന്ത് ചെയ്യുന്നു? ആകർഷിക്കുന്നു. ആ ഫോഴ്സ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ ആ ആകർഷണ ബലം കണ്ടുപിടിക്കാൻ ഉള്ള ഇക്വേഷൻ നമ്മൾ അവിടെ എന്ത് ചെയ്തതാണ്? പഠിച്ചതാണ്. ഇങ്ങനെ മാസുള്ള 2 ഒബ്ജക്റ്റുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയും. അതൊരു അട്രാക്റ്റീവ് ഫോഴ്സാണ്. എന്താണ്? അതൊരു ആകർഷണ ബലമാണ്. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യുകയാണ്? ആകർഷിക്കുകയാണ് അല്ലെങ്കിൽ അട്രാക്റ്റ് ചെയ്യുകയാണ്. അങ്ങനെയെങ്കിൽ ഈ പടത്തിൽ നോക്കൂ, ഇവിടെ 2 ഒബ്ജക്റ്റുകളാണുള്ളത്. M1 എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റും M2 എന്ന് പറയുന്ന മറ്റൊരു ഒബ്ജക്റ്റും. അപ്പോൾ ഈ 2 ഒബ്ജക്റ്റുകൾക്കും എന്താണ്? മാസുണ്ട്. അവയ്ക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മാൾ ലെറ്റർ r ആണെന്ന് കൺസിഡർ ചെയ്യുക. ഇങ്ങനെ ഈ 2 മാസുകൾ തമ്മിൽ പരസ്പരം എന്ത് ചെയ്യുന്നു? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാകുന്നു, ഒരു ആകർഷണ ബലം ഉണ്ടാകുന്നു. M1നെ M2 ആകർഷിക്കുന്നു. അതുപോലെ തന്നെ M2നെ ആരും ആകർഷിക്കുന്നു? M1ഉം ആകർഷിക്കുന്നു. അപ്പോൾ M1ന് ലഭിക്കുന്ന ഫോഴ്സിനെ F1 എന്നും M2ന് ലഭിക്കുന്ന ഫോഴ്സിനെ എന്തെന്നും വിളിച്ചാൽ F2 എന്നും വിളിച്ചാൽ ഈ 2 ഫോഴ്സുകളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തെഴുതാം? F1 സമം F2 സമം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനിൽ പറയുന്നത് G × M1M2/r². ഇത് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷനാണ്. ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ഒരു വലിയ ചാപ്റ്റർ നമുക്ക് +1ൽ എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി വിശദമായി അവിടെ നിങ്ങൾ എന്ത് ചെയ്യും? പഠിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് തൽക്കാലം ഈ ചാപ്റ്ററിൽ ഇത്രയും അറിഞ്ഞിരിക്കുക. എന്താണ് നമുക്ക് പഠിക്കാനുള്ള ഫോഴ്സ്? ഏതാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടാകുന്ന ഫോഴ്സാണ്? 2 മാസുള്ള വസ്തുക്കൾക്കിടയിൽ അല്ലെങ്കിൽ മാസുള്ള എല്ലാ വസ്തുക്കൾക്കിടയിലും എന്ത് ഫോഴ്സ് ഉണ്ടാവും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ടാകും. ഇനി അറിയേണ്ടത് ഇതിൻ്റെ പ്രത്യേകത, എന്തൊക്കെ പ്രോപ്പർട്ടീസാണ് ഉള്ളത് എന്നാണ്. ആ പ്രോപ്പർട്ടീസ് വെച്ചുകൊണ്ടാണ് പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതിലൊന്നാമത്തത് ഇറ്റ് ഈസ് ആൾവേസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ. എന്താണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ് ഫോഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും എന്താണ്? അതൊരു അട്രാക്റ്റീവ് ഫോഴ്സാണ്. 2 ഇറ്റ് ഈസ് എ ലോങ് റേഞ്ച് ഫോഴ്സ്. എന്താണ് ലോങ് റേഞ്ച് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എത്ര ഡിസ്റ്റൻസ് അകലെ വരെ ഈ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അത് നമുക്കൊരു പ്രത്യേകിച്ച് അകലമൊന്നും പറയാൻ പറ്റത്തില്ല. പകരം എന്താണ്? ഇൻഫിനിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം. കാര്യം നമ്മുടെ എർത്തിനെ ചുറ്റുന്ന സാറ്റലൈറ്റുകൾ തമ്മിലും ഏത് ഫോഴ്സ് ഉണ്ട്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ അടുത്തടുത്തിരിക്കുന്ന 2 വസ്തുക്കൾക്കിടയിലും എന്തുണ്ട്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു റേഞ്ച് പറയാൻ പറ്റത്തില്ല. അപ്പോൾ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ വലുതാണ്. എത്ര ഡിസ്റ്റൻസ് അകലെ വരെ വേണമെങ്കിലും എന്ത് എക്സ്പീരിയൻസ് ചെയ്യാം? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ഇറ്റ് ഈസ് എ ലോങ് റേഞ്ച് ഫോഴ്സ്. വളരെ റേഞ്ച് കൂടിയ ഒരു ഫോഴ്സാണ്.
മൂന്നാമത്തതും ഏറ്റവും പ്രധാനമായിട്ടുള്ള പോയിൻ്റാണ്, ഇറ്റ് ഈസ് ദി വീക്കസ്റ്റ് ഓഫ് ആൾ ഫോഴ്സസ് എക്സിസ്റ്റ് ഇൻ നേച്ചർ. എന്താണ്? ഈ പ്രകൃതിയിലുള്ള നേച്ചറിലുള്ള ഫോഴ്സുകളിൽ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സാണ് ഏതെന്ന് പറയുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വീക്കസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും ശക്തി കുറഞ്ഞ. വളരെ കാര്യം, ഇപ്പോൾ എനിക്കൊരു മാസം ഉണ്ടെന്ന് വിചാരിക്കുക, എൻ്റെ അടുത്ത് വേറൊരാൾ നിൽക്കുന്നു, അയാൾക്കും എന്തുണ്ട്? മാസമുണ്ട്. അപ്പോൾ നമുക്കിടയിൽ, ആ രണ്ടാൾക്കാർക്കിടയിൽ എന്ത് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അത് അട്രാക്റ്റീവാണെന്ന് നാം പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും തമ്മിൽ പരസ്പരം ഒട്ടിയാണോ നിൽക്കുന്നത്? ഒരിക്കലുമല്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ അവർക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ വീക്കസ്റ്റാണ്, വളരെ ശക്തി കുറഞ്ഞ ഫോഴ്സാണ്. അപ്പോൾ പ്രധാനമായിട്ടുള്ള പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കുക. പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്: നമ്പർ 1, ഇറ്റ് ഈസ് ആൾവേസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ. നമ്പർ 2, ഇറ്റ് ഈസ് എ ലോങ് റേഞ്ച് ഫോഴ്സ്. നമ്പർ 3, ഇറ്റ് ഈസ് ദി വീക്കസ്റ്റ് ഓഫ് ആൾ ദി ഫോഴ്സസ് എക്സിസ്റ്റ് ഇൻ നേച്ചർ. ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള, അത് പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. വിച്ച് ഈസ് ദി വീക്കസ്റ്റ് ഫോഴ്സസ് എക്സിസ്റ്റ് ഇൻ നേച്ചർ? ഏതാണ് നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സാണ്. രണ്ടാമത്തെ ഫണ്ടമെൻ്റൽ ഫോഴ്സാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. അപ്പോൾ ജസ്റ്റ് അത് എന്താണെന്ന് മാത്രം എന്ത് ചെയ്താൽ മതി? അറിഞ്ഞിരുന്നാൽ മതി. നമുക്കറിയാം, ന്യൂക്ലിയസുകളിൽ ചില റിയാക്ഷനുകൾ നടക്കാറുണ്ട്, ചില പ്രോസസ്സുകൾ നടക്കാറുണ്ട്. അവയെ വിളിക്കുന്ന പേരാണ് ന്യൂക്ലിയർ പ്രോസസ്സ് എന്ന് നമ്മൾ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൽ നിന്നൊക്കെ ചില പാർട്ടിക്കിൾസ് എന്ത് ചെയ്യപ്പെടും? എമിറ്റ് ചെയ്യപ്പെടും. നമ്മൾ റേഡിയോ ആക്ടിവിറ്റിയെ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുപോലെ ചില പാർട്ടിക്കിളുകൾ എമിറ്റ് ചെയ്യപ്പെടുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ന്യൂക്ലിയസിൽ നിന്നും ഇലക്ട്രോണുകളും ന്യൂട്രിനോയും, അല്ലെങ്കിൽ ഒരു ആറ്റത്തിൽ നിന്നും ഇലക്ട്രോണുകളും ചാർജ് ഇല്ലാത്ത ഒരു കണത്തിൻ്റെ പേരാണെന്ത്? ന്യൂട്രിനോ എന്ന് പറയും. ഈ ന്യൂട്രിനോയും എമിറ്റ് ചെയ്യപ്പെടുന്ന ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ബീറ്റ ഡീകേ എന്ന് പറയും. എന്താണ്? അപ്പോൾ ഒരു ആറ്റത്തിന് ബീറ്റ ഡീകേ സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? ആ ആറ്റത്തിൽ നിന്നും ആരൊക്കെ പുറത്തു പോയെന്നാണ് എൻ്റെ അർത്ഥം? ഒരു ഇലക്ട്രോണും ചാർജ് ഇല്ലാത്ത ന്യൂട്രിനോ എന്ന് പറയുന്ന ഒരു കണവും പുറത്തു പോയി, അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിളും പുറത്തേക്ക് എമിറ്റ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ബീറ്റ ഡീകേ എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ ഇലക്ട്രോണിനും ഈ ന്യൂട്രിനോയ്ക്കും ഇടയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ദ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് അപ്പിയേഴ്സ് ഓൺലി ഇൻ സർട്ടൺ ന്യൂക്ലിയർ പ്രോസസ്സസ് സച്ച് ആസ് ബീറ്റ ഡീകേ ഓഫ് ന്യൂക്ലിയസ്. ബീറ്റ ഡീകേ ഓഫ് ന്യൂക്ലിയസിൻ്റെ ഫലമായിട്ട് അവിടെ ഉണ്ടാകുന്ന ഫോഴ്സാണെന്ത്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത് ആർക്കൊക്കെ ഇടയിൽ ഉണ്ടാകുന്ന ഫോഴ്സാണ്? അല്ലെങ്കിൽ എന്താണ് ബീറ്റ ഡീകേ എന്ന് പറഞ്ഞാൽ? ഇൻ ബീറ്റ ഡീകേ ദ ന്യൂക്ലിയസ് എമിറ്റ്സ് ആൻ ഇലക്ട്രോൺ ആൻഡ് ആൻ അൺചാർജ്ഡ് പാർട്ടിക്കിൾ കാൾഡ് ന്യൂട്രിനോ. ബീറ്റ ഡീകേ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിനെയും ചാർജ് ഇല്ലാത്ത ന്യൂട്രിനോ എന്ന് പറയുന്ന ഒരു കണത്തെയും എമിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇവയ്ക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ ഇതിന് അധികം ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് എ ഷോർട്ട് റേഞ്ച് ഫോഴ്സ്. ഇത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. എന്താണ് ഷോർട്ട് റേഞ്ച് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ഇതിൻ്റെ റേഞ്ച് എന്ന് പറയാം, നമുക്കറിയാം ഇലക്ട്രോൺ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കണ്ണുകൊണ്ട് പോലും കാണാൻ കഴിയാത്ത അത്രത്തോളം ചെറിയ കണങ്ങളാണ്. അപ്പോൾ ആ ന്യൂക്ലിയർ ലെവലിൽ മാത്രം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണെന്ത്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ചെറുതാണ്. കൂടുതൽ ഡിസ്റ്റൻസിലൊന്നും ഏത് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യത്തില്ല? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാറില്ല. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഇത് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇറ്റ് ഈസ് എ ഷോർട്ട് റേഞ്ച് ഫോഴ്സ്. അപ്പോൾ എന്താണ് ഇത്? ഷോർട്ട് റേഞ്ച് ഫോഴ്സാണ്. ഇനി ഇതിൻ്റെ സ്ട്രെങ്തിനെ പറ്റി പറയുകയാണ് എങ്കിൽ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരുന്നല്ലോ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ്. അതിനേക്കാൾ കുറച്ചുകൂടി സ്ട്രെങ്ത് ആർക്ക് കൂടുതലാണ്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിന് കൂടുതലാണ്. മൂന്നാമത്തെ ഫണ്ടമെൻ്റൽ ഫോഴ്സാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ എന്തായിരിക്കും ഇവിടെ? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് ദി ഫോഴ്സ് ബിറ്റ്വീൻ ചാർജ്ഡ് പാർട്ടിക്കിൾസ്. ചാർജുള്ള പാർട്ടിക്കിളുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ എന്താണ്? ഇപ്പോൾ രണ്ട് ചാർജുകൾ ഇവിടെ പടത്തിലേക്ക് നോക്കൂ. Q1 Q2 എന്ന് പറയുന്ന രണ്ട് ചാർജുകളുണ്ട്. ആ ചാർജുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്താണെങ്കിൽ R ആണ് എങ്കിൽ നമുക്കറിയാം ഈക്വൽ ചാർജുകൾ അടുത്തടുത്ത് വന്നാൽ എന്ത് ചെയ്യും? അവ റിപ്പൽ ചെയ്തു പോകും. രണ്ട് പോസിറ്റീവ് ചാർജ് അടുത്തടുത്ത് വന്നാൽ റിപ്പൽ ചെയ്യും. രണ്ട് നെഗറ്റീവ് ചാർജുകൾ അടുത്തടുത്ത് വന്നാൽ റിപ്പൽ ചെയ്തു പോകും. എന്നാൽ ഒരു പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് വന്നാലോ അവ തമ്മിൽ എന്ത് ചെയ്യപ്പെടും? അട്രാക്റ്റ് ചെയ്യപ്പെടും, ആകർഷിക്കപ്പെടും. അങ്ങനെ ചാർജുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയും. എന്താണ്? ഒരു ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ടാകും. ഇങ്ങനെ ഈ ഇലക്ട്രിക് ഫോഴ്സ് കണ്ടുപിടിക്കുന്നത് കൂളോംസ് ലായുടെ സഹായത്തോടു കൂടിയാണ്. അത് നിങ്ങൾക്കിപ്പോൾ പഠിക്കാനില്ല.
+2-ന് കൂളോംസ് ലാ എന്ന് പറയുന്ന ഒരു വലിയ ടോപ്പിക് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ പേരൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഇലക്ട്രിക് ഫോഴ്സ് കണ്ടുപിടിക്കാൻ നമ്മെ സഹായിക്കുന്ന ലായാണ് കൂളോംസ് ലാ എന്ന് പറയും. ആ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് F=K×Q1Q2/R². K എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. Q1 ഉം Q2 എന്ന് പറയുന്നത് ആ ചാർജുകളാണ്. R എന്ന് പറഞ്ഞാൽ ചാർജുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ്. നമ്മുടെ ഗ്രാവിറ്റേഷനിൽ പഠിച്ച അതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. അവിടെ മാസ് ആയിരുന്നു എങ്കിൽ ഇവിടെ ആരാണെന്നേ ഉള്ളൂ, ചാർജ് ആണെന്നേ ഉള്ളൂ, വേറെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമ്മളിത് എന്തിൻ്റെ ഇക്വേഷനാണ്, ഇലക്ട്രിക് ഫോഴ്സിൻ്റെ ഇക്വേഷനാണ്. പക്ഷേ നമ്മുടെ ഫണ്ടമെൻ്റൽ ഫോഴ്സിൻ്റെ പേര് ഇലക്ട്രിക് ഫോഴ്സ് എന്നാണോ? അല്ല, ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്നാണ്. അപ്പോൾ എന്താണ് പ്രത്യേകത? ഇലക്ട്രിക് ഫോഴ്സ് മാത്രമാണോ ഉണ്ടാകുന്നത്? ചാർജുകൾ മൂവ് ചെയ്ത് തുടങ്ങിയാൽ, ചാർജ് മൂവ് ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ വൈദ്യുതി എന്ന് പറയുന്നത്. നമ്മൾ 10ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററിൽ എന്താണ് നമ്മൾ പഠിച്ചത്? മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് പഠിച്ചതല്ലേ? വൈദ്യുതിയുടെ കാന്തിക ഫലം. വൈദ്യുതി ഒഴുകിയാൽ, ഒരു ചാലകത്തിലൂടെ വൈദ്യുതി ഒഴുകിയാൽ അതിന് ചുറ്റും എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകും. അപ്പോൾ ചാർജുകൾ മൂവ് ചെയ്താൽ അവിടെ എന്തുണ്ടാവും? മാഗ്നറ്റിസം ഉണ്ടാകും, മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാകും. അപ്പോൾ ചാർജുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ഇലക്ട്രിക് ഫോഴ്സും ആ ചാർജ് മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നു? മാഗ്നറ്റിക് ഫോഴ്സും ഉണ്ടാകുന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും എന്താണ്? ഇൻസെപ്പറബിൾ ആണ്. എന്താണ് ഇൻസെപ്പറബിൾ എന്ന് പറഞ്ഞാൽ? ഇലക്ട്രിക് ഫോഴ്സ് ഉണ്ടെങ്കിൽ അവിടെ എന്തും ഉണ്ടാകും? മാഗ്നറ്റിക് ഫോഴ്സും ഉണ്ടാകും. അപ്പോൾ ഇത് രണ്ടിനെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല. അങ്ങനെ ഈ ഇലക്ട്രിക് ഫോഴ്സിൻ്റെയും മാഗ്നറ്റിക് ഫോഴ്സിൻ്റെയും കൂടെ കമ്പൈൻഡ് എഫക്റ്റിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ കമ്പൈൻഡ് ആയിട്ടുള്ള ഫോഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ എന്താണ് പറഞ്ഞേക്കുന്നത് നോക്കൂ. ചാർജസ് ഇൻ മോഷൻ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് എഫക്റ്റ് ആൻഡ് സോ മൂവിങ് ചാർജസ് എക്സ്പീരിയൻസ് എ ഫോഴ്സ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സ് ആർ ടുഗദർ കാൾഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ടാകുന്ന ഫോഴ്സാണ്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് ദി ഫോഴ്സ് ബിറ്റ്വീൻ ചാർജ്ഡ് പാർട്ടിക്കിൾ. ചാർജുള്ള പാർട്ടിക്കിളുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയും. ഈ ഫോഴ്സ് എന്താണ്? ഇലക്ട്രിക് ഫോഴ്സിൻ്റെയും മാഗ്നറ്റിക് ഫോഴ്സിൻ്റെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഹാസ് ബോത്ത് അട്രാക്റ്റീവ് ആൻഡ് റിപ്പൽസീവ് നേച്ചർ. എന്താണ് പ്രത്യേകത? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് അട്രാക്റ്റീവുമാകാം റിപ്പൽസീവുമാകാം. നാം പറഞ്ഞതാണ്, സെയിം ചാർജ് വന്നാൽ റിപ്പൽ ചെയ്യും, ഓപ്പോസിറ്റ് ചാർജുകൾ വന്നാൽ എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ അത് അട്രാക്റ്റീവുമാകാം റിപ്പൽസീവുമാകാം. 2, ഇറ്റ് ഈസ് എ ലോങ് റേഞ്ച് ഫോഴ്സ്. എന്താണ്? ഇതും ഒരു ലോങ് റേഞ്ച് ഫോഴ്സാണ്. എന്താണ് ഇത്? കൂടുതൽ നമുക്ക് അതിന് റേഞ്ച് ഒന്നും പറയാൻ കഴിയില്ല. കൂടുതൽ റേഞ്ചിൽ എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഇനി ഇതിൻ്റെ സ്ട്രെങ്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും സ്ട്രെങ്ത് കുറവാരായിരുന്നു? ഗ്രാവിറ്റേഷൻ ഫോഴ്സ്. അതിനേക്കാൾ കുറച്ചും കൂടെ സ്ട്രെങ്ത് കൂടുതലാണ് ആര്? വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്. അതിനേക്കാൾ കുറച്ചും കൂടെ സ്ട്രെങ്ത് കൂടുതലാണ് ആർക്ക്? ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത്. ഫണ്ടമെൻ്റൽ ഫോഴ്സുകളിൽ ഏറ്റവും അവസാനത്തെ ഫോഴ്സ് അല്ലെങ്കിൽ 4ാമത്തെ ഫോഴ്സാണ് ഏതെന്ന് പറയുന്നത്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. എന്താണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദി ഫോഴ്സ് വിച്ച് ബൈൻഡ്സ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ എ ന്യൂക്ലിയസ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ന്യൂക്ലിയസിനുള്ളിൽ ആരൊക്കെയാണുള്ളത്? ന്യൂക്ലിയസിനുള്ളിൽ പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും ചാർജ് ഇല്ലാത്ത ന്യൂട്രോണുകളുമാണ് ഉള്ളത്. ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ന്യൂക്ലിയസിന് വെളിയിലാണ്. അപ്പോൾ ഈ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ന്യൂക്ലിയസിന് വെളിയിലല്ല, പകരം എവിടെയാണ്? ന്യൂക്ലിയസിനുള്ളിൽ അനുഭവപ്പെടുന്ന ഫോഴ്സാണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ അവിടെ ആർക്കൊക്കെ ഇടയിലായിരിക്കും ഈ ഫോഴ്സ് ഉണ്ടാകുന്നത്? ന്യൂക്ലിയസിനുള്ളിലാകുമ്പോൾ പ്രോട്ടോണിനും ന്യൂട്രോണുകൾക്കും ഇടയിൽ ഉണ്ടാകുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അവിടെ നോക്കുക, ഉദാഹരണത്തിന് ഒരു ന്യൂക്ലിയസ് കൺസിഡർ ചെയ്താൽ അവിടെ ഒരു പ്രോട്ടോണാണോ ഉള്ളത്? ഒരിക്കലുമല്ല. ഒന്നിലധികം പ്രോട്ടോണുകൾ കാണും, ഒന്നിലധികം ന്യൂട്രോണുകൾ കാണും. അപ്പോൾ എന്താ പ്രത്യേകത? ഇവിടെ എങ്ങനെയൊക്കെ ഫോഴ്സ് ഉണ്ടാകാം? അവിടെയുള്ള പ്രോട്ടോണുകൾക്കിടയിലൊരു ഫോഴ്സ് ഉണ്ടാകാം, അവിടെയുള്ള ന്യൂട്രോണുകൾ തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാകാം, ഈ പ്രോട്ടോണും ന്യൂട്രോണും തമ്മിലും എന്തുണ്ടാകാം? ഒരു അട്രാക്ഷൻ ഉണ്ടാകും. അപ്പോൾ ആരൊക്കെ തമ്മിലാണ് അവിടെ അട്രാക്റ്റ് ചെയ്യുന്നത്? 2 പ്രോട്ടോണുകൾ തമ്മിൽ അട്രാക്റ്റ് ചെയ്യാം, 2 ന്യൂട്രോണുകൾ തമ്മിൽ അട്രാക്റ്റ് ചെയ്യാം, ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും തമ്മിൽ എന്ത് ചെയ്യാം? അട്രാക്റ്റ് ചെയ്യാം. എന്നാൽ ഈ അട്രാക്റ്റീവ് ഫോഴ്സുകളെല്ലാം എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 2 പ്രോട്ടോണുകൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സും 2 ന്യൂട്രോണുകൾ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സും ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സും എന്തായിരിക്കും? സെയിം ആയിരിക്കും. എന്തുകൊണ്ടെന്നാണ് ചോദിച്ചാൽ, ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ പ്രത്യേകത അത് മാസ് ഇൻഡിപെൻഡൻ്റ് ആണ്. മാസിനെ എന്ത് ചെയ്യാറില്ല? ഡിപ്പെൻഡ് ചെയ്യാറില്ല. എത്ര വലിയ മാസാണെങ്കിലും ഫോഴ്സ് സെയിം ആയിരിക്കും. അതുപോലെ തന്നെ എന്താണ്? ഇത് ചാർജ് ഇൻഡിപെൻഡൻ്റ് ആണ്. എന്താണ് ചാർജ് ഇൻഡിപെൻഡൻ്റ് എന്ന് പറയാൻ? ചാർജിനെയും ഈ ഫോഴ്സ് എന്ത് ചെയ്യാറില്ല? ഡിപ്പെൻഡ് ചെയ്യാറില്ല. കാര്യം എന്താ? അപ്പോൾ നമുക്കറിയാം,
രണ്ട് പ്രോട്ടോണുകൾ തമ്മിൽ അട്രാക്ട് ചെയ്യുന്നു പറയുമ്പോൾ രണ്ട് പ്രോട്ടോണിനും എന്താണ് പോസിറ്റീവ് ചാർജാണ്. പിന്നെ എങ്ങനെയാണ് അത് അട്രാക്ട് ചെയ്യപ്പെടുന്നത്? അപ്പോൾ ഈ ഫോഴ്സിൻ്റെ പ്രത്യേകത ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യാറില്ല? ചാർജിനെ ഡിപ്പെൻഡ് ചെയ്യാറില്ല. പകരം എന്താണ്? ചാർജ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഫോഴ്സാണെന്ന് പറയുന്നത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദി ഫോഴ്സ് വിച്ച് ബൈൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചേർത്ത് നിർത്തുക എന്നാണ് അർത്ഥം. ഇറ്റ് ഈസ് ദി ഫോഴ്സ് വിച്ച് ബൈൻഡ്സ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ എ ന്യൂക്ലിയസ്. Nuclear force is charge independent and mass independent. The force between two proton, two neutron, a proton and a neutron are equal strength. ഇവയുടെ എല്ലാം സ്ട്രെങ്ത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രോപ്പർട്ടീസ് ഓഫ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. നമ്പർ 1, ഇറ്റ് ഈസ് ഷോർട്ട് റേഞ്ച് ഫോഴ്സ്. ഞാൻ പറഞ്ഞു ന്യൂക്ലിയസിനുള്ളിൽ മാത്രം നടക്കുന്ന ഫോഴ്സ് ആണല്ലോ, അപ്പോൾ അതിൻ്റെ റേഞ്ച് വളരെയധികം എന്തായിരിക്കും? കുറവായിരിക്കും. ഇറ്റ് ഈസ് എ ഷോർട്ട് റേഞ്ച് ഫോഴ്സ്. രണ്ടാമത്തത്, ഇറ്റ് ഈസ് ദി സ്ട്രോങ്ങസ്റ്റ് ഓഫ് ആൾ ഫോഴ്സസ് എക്സിസ്റ്റ് ഇൻ നേച്ചർ. നമ്മൾ ഇതുവരെ പഠിച്ച ഫോഴ്സുകളിൽ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ശക്തി കൂടിയ ഫോഴ്സ് എന്ന് പറയുന്നത് ആരാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സാണ്. അപ്പോൾ ആ ലാസ്റ്റ് പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് ദി സ്ട്രോങ്ങസ്റ്റ് ഓഫ് ആൾ ഫോഴ്സസ് എക്സിസ്റ്റ് ഇൻ നേച്ചർ. നേച്ചറുള്ളതിൽ വെച്ച് ഏറ്റവും സ്ട്രെങ്ത് കൂടിയ ഫോഴ്സ് എന്ന് പറയുന്നത് ഏത് ഫോഴ്സാണ്? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സാണ്. അപ്പോൾ ഓർഡർ അറിഞ്ഞിരിക്കുക. സ്ട്രെങ്ത് ഏറ്റവും കുറവ് ഗ്രാവിറ്റേഷൻ, സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇതാണ് സ്ഥിരമായി പരീക്ഷയ്ക്ക് എന്ത് ചെയ്യുന്നത്? ചോദിക്കുന്ന ചോദ്യം. പ്രധാനമായും ഫണ്ടമെൻ്റൽ ഫോഴ്സുകൾ 4 ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആൻഡ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇതിൽ സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, സ്ട്രെങ്ത് ഏറ്റവും കുറവ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇനി ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ പ്രത്യേകത അത് അട്രാക്റ്റീവ് മാത്രമാണ്. എന്നാൽ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിൻ്റെ പ്രത്യേകത അത് അട്രാക്റ്റീവുമാണ്, റിപ്പൽസീവുമാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന പോയിന്റുകളെല്ലാം എന്ത് ചെയ്യുക? വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഈ ചാപ്റ്ററിൽ അവസാനമായി നാം അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിൻ്റാണ് കൺസർവേഷൻ ലോസ് ഇൻ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിസിക്സിലെ ചില ലോസ് ആണ്. കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. കൺസർവേഷൻ മീൻസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് എന്നാണ് അർത്ഥം. എന്താണ്? സ്ഥിരമായി നിൽക്കുന്നു. ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് നടന്നു കഴിഞ്ഞാലും ആ സിസ്റ്റത്തിന് എന്തില്ല എങ്കിൽ ചേഞ്ച് ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കൺസർവേഷൻ എന്ന് പറയുന്നത്. പ്രധാനമായും 4 കൺസർവേഷൻ ലാസാണ് ഫിസിക്സിലുള്ളത്. അപ്പോൾ അത് ജസ്റ്റ് ആ പേരുകൾ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. 1 ലാ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, 2 ലാ ഓഫ് കൺസർവേഷൻ ഓഫ് ചാർജ്, 3 ലാ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം, 4 ലാ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻറ്റം. ഇതിൽ ലാ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി നാം എന്താണ് പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് ലാ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയിൽ പറയുന്നത്? എനർജി ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്, ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോം ഫ്രം വൺ ഫോം ടു അനദർ. ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് മാറ്റാമെന്നല്ലാതെ ഊർജ്ജത്തെ പുതുതായി നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല. എന്ന് പറഞ്ഞാൽ ഊർജ്ജം എപ്പോഴും എന്തായിരിക്കും? മാറ്റമില്ലാതെ തന്നെ തുടരുന്നു, റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുപോലെ ഇങ്ങനെ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ കോൺസ്റ്റൻ്റായി നിൽക്കുന്ന ക്വാണ്ടിറ്റികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? എനർജി, ചാർജ്, ലീനിയർ മൊമെൻറ്റം, ആംഗുലാർ മൊമെൻറ്റം. ഇതിൽ എനർജിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട്. ചാർജിന് നമുക്കറിയാം. ലീനിയർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനിലെ മൊമെൻറ്റമാണ്. നമ്മൾ ന്യൂട്ടൺ സെക്കൻഡായി പഠിച്ചതാണ് എന്ത്? മൊമെൻറ്റം. ആ സ്ട്രെയിറ്റ് ലൈനിൽ വരുമ്പോൾ അതിനെ ലീനിയർ മൊമെൻറ്റം എന്നും റൊട്ടേഷണൽ മോഷനിൽ എത്തുമ്പോഴാണ് അതിനെ എന്ത് വിളിക്കുന്നത്? ആംഗുലാർ മൊമെൻറ്റം എന്നും പറയുന്നത്. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റത്തെ പറ്റി വിശദമായി നമ്മൾ 7ാമത്തെ ചാപ്റ്ററിൽ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾ ആൻഡ് റൊട്ടേഷൻ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ തൽക്കാലം നിങ്ങൾ 1ാമത്തെ ചാപ്റ്ററിൽ ഇൻട്രൊഡക്ഷനായി എന്തുമാത്രം അറിഞ്ഞിരുന്നാൽ മതി? കൺസർവേഷൻ ലാ ഒബേ ചെയ്യുന്ന 4 ക്വാണ്ടിറ്റികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? എനർജി ഉണ്ട്, ചാർജ് ഉണ്ട്, ലീനിയർ മൊമെൻറ്റം ഉണ്ട്, ആംഗുലാർ മൊമെൻറ്റം ഉണ്ട്. ഈ 4 കാര്യങ്ങളാണ് ഏത് ലാ ഒബേ ചെയ്യുന്നത്? കൺസർവേഷൻ ലാസ് ഒബേ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും ആയപ്പോൾ 1ാമത്തെ ചാപ്റ്ററായിട്ടുള്ള ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്ന ഭാഗം എന്ത് ചെയ്തിരിക്കുകയാണ്? തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഫിസിക്കൽ വേൾഡ് എന്ന് പറയുന്നത് ഒരു ഇൻട്രൊഡക്ടറി ചാപ്റ്ററാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇൻട്രൊഡക്ഷനാണ്. അതിൽ പ്രധാനമായിട്ടുള്ള പോയിന്റുകൾ ഓർത്തിരിക്കേണ്ടത് ഫണ്ടമെൻ്റൽ ഫോഴ്സസ് ഇൻ നേച്ചറും ലാസ്റ്റ് പറഞ്ഞ കൺസർവേഷൻ ലോസുമാണ്. ബാക്കിയെല്ലാം എന്താണ്? ഇൻട്രൊഡക്ഷനാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് വെച്ചിരുന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഗ്രൂപ്പിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അതെന്ത് ചെയ്യും? ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേരും.